മേലൊരു ഫാന് താഴൊരു ഫാന് എന്നിട്ടും ചൂടിനൊരു കുറവുമില്ല കേട്ടോ. മേലത്തെ ഫാൻ ഇട്ടാൽ ചൂട് കൂടും പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു ടേബിൾ ഫാനാണ് കേട്ടോ യൂസ് ആക്കുന്നത് കിച്ചണിൽ. അപ്പം അതൊക്കെ ഒന്ന് പൊടി തട്ടി എടുക്കാനായിട്ട് പോവുകയാണ്. പിന്നെ നമ്മൾ സിറ്റ് ഔട്ടിലൊരു വാൾ ഫാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് നമ്മളിതുപോലെ ഗ്രില്ലും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെത് നമ്മുടെ ഈ ഒരു പഴയ ഫാനുമ്മക്ക് കൊള്ളിക്കാനായിട്ട് നോക്കിയതാണ് കേട്ടോ, പക്ഷേ കൊള്ളുന്നില്ല. എന്ത് ചെയ്യാം ഗെയ്സ്. അപ്പം ഞാനിതൊക്കെ അഴിച്ചെടുക്കുന്നത് അതിന് വേണ്ടിയിട്ടല്ല കേട്ടോ, നമുക്കതിൻ്റെ പൊടിയും കാര്യങ്ങളൊക്കെ തട്ടിയെടുക്കണം. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാം അത്യാവശ്യം പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. പിന്നെ നമ്മളെപ്പോഴും ഫാന് കാറ്റ് കുറവാണെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കുറ്റം പറയാറുണ്ടല്ലോ. അപ്പം ഇങ്ങനെയുള്ള അവസരങ്ങളിലും ഇത് കാറ്റൊക്കെ കുറയും കേട്ടോ. പൊടിയും കാര്യങ്ങളിരുന്നാലും പിന്നെ മുടി കാര്യങ്ങളൊക്കെ ഇതിന്മേൽ ഇങ്ങനെ ചുറ്റിയിരിക്കുന്നതായിട്ട് കാണാം. അപ്പോൾ ഇത് നമ്മളിങ്ങനെ അഴിച്ചിട്ട് ഇത് ക്ലീൻ ചെയ്യുമ്പോഴാണ് കേട്ടോ അതിന് നല്ലൊരു കാറ്റും പിന്നെ ആ ഒരു ഫാനിൻ്റെ സൗണ്ടും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പം ഇതുപോലൊരു ബ്രഷൊക്കെ ഉപയോഗിച്ചിട്ട് ഇതാ പൈപ്പിനടിയിൽ കൊണ്ടുപോയിട്ട് വല്ലാതെ പ്രസ്സാക്കിയിട്ട് കഴുകണമൊന്നുമില്ല കേട്ടോ, അല്ലെങ്കിൽ അതിൻ്റെ പെയിൻ്റൊക്കെ പോകാനുള്ള ചാൻസ് ഉണ്ടല്ലോ. അപ്പോൾ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ബ്രഷ് വെച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കൂടെ തന്നെ മിന്നൂസും ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ നമ്മുടെ ഒരു സ്റ്റാൻഡ് പിന്നെ നമുക്ക് എന്തായാലും വെള്ളമൊഴിച്ച് കഴുകാൻ പറ്റില്ല, അതത്ര സേഫ് അല്ല. അപ്പോൾ അതുകൊണ്ടൊരു തുണി നനച്ചിട്ട് ഇതുപോലെ ഒന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്തത്. എന്നിട്ട് ഇതാ പഴയ പോലെ എല്ലാം ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൊണ്ടുവന്ന ആ ഒരു പെട്ടിയും പ്രമാണമൊക്കെ അതേപോലെ കൊണ്ടുവെക്കേണ്ട അവസ്ഥ വന്നു കേട്ടോ. കാരണം നമുക്കിതിന് എന്തായാലും പാകമല്ല. ഇതിത്തിരി ചെറുതും നമ്മുടെ സിറ്റ് ഔട്ടിൽ വെച്ചിട്ടുള്ള വാൾ ഫാനിൻ്റെ ഗ്രില്ല് കുറച്ച് വലുതുമാണ് കേട്ടോ. അങ്ങനെ കുറച്ച് നേരത്തെ കഷ്ടപ്പാടിനൊടുവിൽ ഇതാ കഴുകി ക്ലീനാക്കി എല്ലാം സെറ്റാക്കി പുതിയ ഫാനാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ലഞ്ചിനുള്ള കാര്യങ്ങൾക്ക് നിന്നിട്ടുള്ളത് കേട്ടോ. അപ്പം ഇന്നും എന്നത്തെയും പോലെ തന്നെ, എന്നത്തെയും പോലെയല്ല, ഒരു 2 ദിവസത്തെ ഗ്യാപ്പിന് ശേഷം വീണ്ടും നമുക്ക് ചെമ്മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെമ്മീൻ എപ്പോൾ കണ്ടു കഴിഞ്ഞാലും അത് ചാടി വാങ്ങും കേട്ടോ. എന്തായാലും ഒരു 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മാക്സിമം 3 ദിവസം, അല്ലെങ്കിൽ ഇല്ലാതിരിക്കണം കേട്ടോ. അപ്പോൾ അതെന്തായാലും വാങ്ങിക്കും. അപ്പോൾ ഇവിടെ അതാ അനിയത്തിൻ്റെ മുടി കെട്ടി കളിക്കുകയാണ് ഇവിടെ താത്ത കേട്ടോ. അപ്പോൾ ഞാനത് കറിയിലേക്ക് വേണ്ടിയിട്ട് 2 പച്ചമുളക് എടുക്കാൻ പോയപ്പോൾ നമ്മുടെ റെഡ് റോസൊക്കെ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ മുളകൊക്കെ ഇതാ നമുക്ക് കൂടുതൽ ക്വാണ്ടിറ്റി ഉള്ള കാരണം തന്നെ എടുത്ത് തീരുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ പഴുത്തിട്ടൊക്കെ പോകുന്നുണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് വന്ന അനിയത്തിയുടെ തലമ്മ ഡെക്കറേഷനും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് താത്ത തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചെറുതായിട്ടൊരു ബിസ്ക്കറ്റ് എന്തോ അങ്ങനെ കുറച്ചും കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ ചെറിയ പാത്രത്തിൽ ഇത്രയും ആക്സസറീസ് കൊള്ളിക്കാനുള്ള അതിയായ അത്യാഗ്രഹം എന്നൊക്കെ പറയാം, അതാണ് കേട്ടോ. അപ്പോൾ നടക്കാതെ വന്നപ്പോൾ അതൊക്കെ ഇട്ടെറിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ.